പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഇതിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ക്രിസ്ത്യൻ ന്യൂസ് റീഡിംഗ് ആണ്. അതിലേക്ക് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ എനിക്കൊരു അവസരം തന്ന ഖത്തർ IPC ഖത്തർ റീജിയൻ PYPയോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ബൈബിൾ ന്യൂസ് റീഡിംഗിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് കർത്താവിൽ പ്രിയ സഹോദരി ജോബി ജെറിൻ, IPC ഫെയ്ത്ത് സെന്റർ. ആദ്യമായി പ്രധാന വാർത്തകൾ. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ആസഫ് അന്തരിച്ചു. സംസ്കാരം ചൊവ്വാഴ്ച. ദാവീദ് ഗവൺമെന്റിനെതിരെ അട്ടിമറി ശ്രമം. യോസഫ് തിരോധാനം പുതിയ വഴിത്തിരിവിലേക്ക്. അന്വേഷണം CBIക്ക് കൈമാറി. പ്രമുഖ കർഷകനും വ്യാപാരിയുമായ ബോവസ് വിവാഹിതനായി. മെതുശലേഹിന് ഗിന്നസ് ബുക്കിൽ സ്ഥാനം. സ്വർഗീയ യൂണിവേഴ്സിറ്റി പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. അപ്പോസ്തലനായ പൗലോസിന് അവാർഡും പ്രശംസാപത്രവും ലഭിച്ചു. ഈ വർഷത്തെ കോടിപതിയായി ബ്രദർ ഇയോബിനെ തിരഞ്ഞെടുത്തു. പാലസിൽ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം. മൂന്നാം നിലയിൽ നിന്ന് താഴെ വീണ യൂത്തിക്കോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വാർത്തകൾ വിശദമായി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ആസഫ് അന്തരിച്ചു. സംസ്കാരം ചൊവ്വാഴ്ച യെരുശലേം ദേവാലയത്തിൽ. ഇന്നു പുലർച്ചെ സംഗീത ലോകം വളരെ ഞെട്ടലോടെയാണ് ഈ വാർത്ത സ്വീകരിച്ചത്. സംഗീത ലോകത്തിന് വലിയ സംഭാവന നൽകിയ ഇദ്ദേഹത്തിന്റെ വിയോഗം ശ്രോതാക്കൾക്ക് തീരാ നഷ്ടമായി. ചൊവ്വാഴ്ച നടക്കുന്ന സംസ്കാര ശുശ്രൂഷ ഞങ്ങളുടെ ലൈവ് എപ്പികാസ്റ്റ് ആയ www.കനാൻ ന്യൂസ് എക്സ്ക്ലൂസീവിൽ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ദാവീദ് ഗവൺമെന്റിനെതിരെ അട്ടിമറി ശ്രമം. ദാവീദ് ഗവൺമെന്റിനെതിരെ അബ്ശാലോം നടത്തിയ അട്ടിമറി ശ്രമം പരാജയപ്പെട്ടു. ദാവീദിന്റെ മുഖ്യമന്ത്രിയായ അഹീതോഫേലിന്റെ ഒത്താശയോടെയായിരുന്നു അട്ടിമറി ശ്രമം. പട്ടണത്തിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിശക്തമായ എരിഹോ മതിൽ തകർത്ത ഹല്ലേലൂയ സ്തോത്രം എന്നീ ദീർഘദൂര മിസൈലുകൾ ലോകത്താകമാനം വിന്യസിപ്പിക്കണമെന്ന് RPG യോശുവ അറിയിച്ചു. ദൈവരാജ്യത്തിനെതിരായി സാത്താൻ തന്റെ കോട്ട ഉയർത്തുന്നു എന്ന് കണ്ടതിനെ തുടർന്നാണ് ഈ പ്രഖ്യാപനം. നിനവിലേക്ക് പോകാൻ അനുമതി ലഭിച്ച മിഷണറിയായ യോന തർശീഷ് കപ്പലിൽ കയറിയതിനെതിരെ സമുദ്രം സൂചനാ പണിമുടക്ക് നടത്തി. എന്നാൽ ദൈവം തക്ക സമയത്ത് ലൈഫ് ഗാർഡായി മത്സ്യത്തെ അയച്ചതിനാൽ മിഷണറി രക്ഷപ്പെട്ടു. നിങ്ങൾ കേൾക്കുന്നത് വേദപുസ്തക വാർത്തകൾ. കണക്കില്ലാത്ത വരുമാനത്തിലൂടെ സ്വത്ത് സമ്പാദിച്ചതിനെ തുടർന്ന് മഹാനായ ധനവാൻ മഹാവിപത്തിലായിരിക്കുന്നു. തന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് ധനത്തിലൂടെ നേടുവാൻ കഴിയുകയില്ല എന്ന് അറിഞ്ഞതിനാലാണ് ദുഃഖത്തിന് കാരണം. ഏറ്റവും കൂടുതൽ ലേഖനം തയ്യാറാക്കിയതിനുള്ള അവാർഡും പ്രശംസാപത്രവും അപ്പോസ്തലനായ പൗലോസിന് ലഭിച്ചു. ഏകദേശം 14ഓളം ലേഖനങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. പ്രമുഖ കപ്പൽ നിർമ്മാണശാലയുടെ ഗോഫർമര കപ്പൽ നിർമ്മാണം പൂർത്തിയായി. നീതിമാൻ, നിഷ്കളങ്കൻ എന്നീ മേഖലകളിൽ അഗ്രഗണ്യനായ നോഹയാണ് കപ്പലിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചിരിക്കുന്നത്. അഹശ്വേരോസ് രാജാവിന്റെ വിശ്വസ്ത സേവകനായ മൊർദെഖായി ഹാമാന്റെ വധശ്രമത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്ന് അദ്ദേഹത്തെ സന്ദർശിച്ച ഞങ്ങളുടെ ലേഖകൻ വെളിപ്പെടുത്തി. കുപ്രസിദ്ധ കൊലക്കേസ് പ്രതിയായ കയീൻ നൂഹ് ദേശത്തുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘം അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. അത്ഭുതകരമായി ഒരു പേരുകൂടി ഗിന്നസ് ബുക്കിൽ സ്ഥാനം പിടിച്ചു. ഏറ്റവും കൂടുതൽ വർഷം ജീവിച്ചിരുന്ന മെതുശലേഹാണ് ഈ ഭാഗ്യവാൻ. വയസ്സ് 969. പ്രമുഖ കർഷകനും വ്യാപാരിയുമായ ബോവസ് വിവാഹിതരായി. മോവാബ് സ്വദേശിനിയായ രൂത്താണ് വധു. 10 വർഷം മുമ്പ് മോവാബിലേക്ക് താമസത്തിന് പോയ എലിമെലേക്കിന്റെ മകൻ ഗില്യോൻ രൂത്തിനെ വിവാഹം ചെയ്തിരുന്നുവെങ്കിലും അധികകാലം ഒരുമിച്ച് കഴിയാൻ പറ്റാതെ ഇദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. എന്നാൽ തന്റെ സ്വന്തം ദേശത്തു നിന്നും ബെത്ലഹേമിലേക്ക് അവർ വന്നത് നാട്ടിൽ വാർത്തയായിരുന്നു. എന്നാൽ മാധ്യമങ്ങൾക്ക് വാർത്താ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ബോവസ് രൂത്തിനെ വിവാഹം ചെയ്തത്. ന്യായാധിപതിയായ ശിമോനും അതുപോലെ നവോമി, എഫ്രീം നാട്ടുകാരായ മീഖാവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. യോസഫ് തിരോധാനം പുതിയ വഴിത്തിരിവിലേക്ക്. അന്വേഷണം CBIക്ക് കൈമാറി. യോസഫ് തിരോധാനത്തെ തുടർന്നുള്ള അന്വേഷണത്തിൽ അസ്വാഭാവികത കണ്ടതിനെ തുടർന്ന് തുടർ ചോദ്യം ചെയ്തതിനു വേണ്ടി യോസഫിന്റെ സഹോദരന്മാരെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വയ്ക്കുവാൻ കോടതി ഉത്തരവിട്ടു. തെളിവിനായി സഹോദരന്മാർ കാണിച്ച യോസഫിന്റെ രക്തത്തിൽ കുളിച്ച വസ്ത്രത്തിൽ മൃഗത്തിന്റെ ആക്രമണ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാത്തതിനാലാണ് അന്വേഷണങ്ങൾ പുനരാരംഭിച്ചത്. എന്നാൽ ഇനിയും ചില ചോദ്യങ്ങൾ ബാക്കി. മൃഗം കടിച്ചു കൊല്ലുന്നത് കണ്ട യോസഫിന്റെ സഹോദരങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല?
യോസഫിന്റെ ശരീരാവശിഷ്ടങ്ങൾ എവിടെ? വസ്ത്രത്തിൽ കണ്ട രക്തം ആരുടെ? നിഗൂഢതകൾ അവസാനിക്കാതെ ചോദ്യങ്ങൾ ഇനിയും ബാക്കി. കനാൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. ഓഹരി തട്ടിപ്പു കേസിൽ കുറ്റവാളിയായ യാക്കോബ് ഹാരാനിലേക്ക് കടന്നെന്ന് സംശയിക്കുന്നു. ഹാരാനിൽ യാക്കോബിന്റെ ബന്ധുക്കൾ ഉണ്ടെന്ന് അന്വേഷണ ഏജൻസികൾക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇയ്യോബിന്റെ മക്കളായ എമീമ, കെസിയ, കേരൻ ഹപ്പൂക്ക് എന്നിവർ മിസ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ടു. മത്സരത്തിൽ ഒരേ പോയിന്റ് ലഭിച്ചതിനെ തുടർന്നാണ് 3 പേരും മിസ് വേൾഡ് സമ്മാനത്തിന് അർഹരായത്. സിയോൻപുരിയിലേക്കുള്ള സെലക്ഷൻ ലിസ്റ്റ് പൂർത്തിയാകാറായി. തങ്ങളുടെ പേർ ലിസ്റ്റിലുണ്ടോ എന്ന് എല്ലാവരും ഉറപ്പുവരുത്തേണ്ടതാണ്. അതിനാൽ കൽപ്പന അനുസരിച്ച് എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മാവ് എന്ന മുദ്ര സ്വീകരിക്കേണ്ടതാണ്. മുദ്ര പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്ത ആരെയും നിത്യസന്തോഷത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന് സിയോൻപുരിയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനായ യേശുക്രിസ്തു അറിയിച്ചു. സ്വർഗീയ യൂണിവേഴ്സിറ്റി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. അബ്രഹാം വിശ്വാസത്തിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കി. സഹിഷ്ണുതയിൽ ഇയ്യോബിന് ഫസ്റ്റ് റാങ്ക് ലഭിച്ചു. പരീക്ഷ എഴുതിയ എല്ലാ വിശ്വാസികളും അവരവരുടെ റിസൾട്ട് ഇന്ന് തന്നെ അറിഞ്ഞിരിക്കണമെന്ന് സ്വർഗീയ യൂണിവേഴ്സിറ്റിയുടെ അറിയിപ്പിൽ പറയുന്നു. നമ്മുടെ മഹാദൈവത്തിന്റെ പെട്ടകത്തിന്റെ മുൻപിൽ ഡ്യൂപ്ലിക്കേറ്റ് ദേവനായ ദാഗോൻ ആദ്യം കവിണ്ണു വീണതായും പിന്നീട് മറിഞ്ഞു വീണതായും ദൃക്സാക്ഷികൾ അറിയിച്ചു. ദാഗോന്റെ തകർന്നടിഞ്ഞ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ ജോലി ദ്രുതഗതിയിൽ നടക്കുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ മുൻപിൽ നിൽപ്പാൻ ആർക്കും കഴിയുകയില്ല. ആയതിനാൽ ഇനി മുതൽ ഡ്യൂപ്ലിക്കേറ്റ് ദേവൻ ആകുന്നതും ആകുവാൻ പ്രേരിപ്പിക്കുന്നതും കുറ്റകരമാണെന്ന് സ്വർഗത്തിൽ നിന്നും താക്കീത് നൽകി. 3-ാം നിലയിൽ നിന്ന് താഴെ വീണ യൂത്തിക്കോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലോക പ്രശസ്ത സുവിശേഷകനായ പൗലോസിന്റെ കൺവെൻഷൻ പ്രസംഗത്തിനിടെ ഉറങ്ങിൽ 3-ാം നിലയിൽ നിന്ന് താഴെ വീണ യൂത്തിക്കോസിനെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. യൂത്തിക്കോസിനെ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ മരിച്ചിരുന്നതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. തുടർന്ന് പൗലോസ് വന്ന് ഇദ്ദേഹത്തെ സുഖപ്പെടുത്തിയതായി കൺവെൻഷൻ ഭാരവാഹികൾ ഞങ്ങളെ അറിയിച്ചു. ഈ വർഷത്തെ കോടിപതിയായി ഇയ്യോബിനെ തിരഞ്ഞെടുത്തു. ഇയ്യോബിനെ ഈ വർഷത്തെ കോടിപതി 1-മനായി തിരഞ്ഞെടുത്തു. ഈ വർഷത്തെ സാമ്പത്തിക മാന്ദ്യം മൂലം കനത്ത നഷ്ടമുണ്ടായെങ്കിലും ദൈവം തന്നെ അനുഗ്രഹിച്ച് തന്റെ സമ്പത്ത് ഇരട്ടിയായി നൽകിയെന്നതാണ് മാധ്യമങ്ങളോട് ഇയ്യോബ് വെളിപ്പെടുത്തിയത്. കാലാവസ്ഥ. ലോക സമുദ്രത്തിൽ മനുഷ്യരെ പിടിക്കുന്നവർക്ക് പതിവ് പോലെ പ്രതികൂല കാലാവസ്ഥയായിരിക്കും. ഈശാനമൂലൻ അടിക്കുവാൻ സാധ്യതയുള്ളതിനാൽ പടകിൽ യാത്ര ചെയ്യുന്നവർ ജാഗരൂകരായിരിക്കണം. കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. സ്പോർട്സ്. ട്രാക്ക് മാറി ഓടിയതിനാൽ ജൂനിയർ പാസ്റ്ററായ ഗേഹസിക്ക് കുഷ്ഠരോഗം പിടിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.